കള്ളിനെ കുറിച്ചല്ല മാഷ് പറഞ്ഞത്, മദ്യത്തെക്കുറിച്ചാണ്. അല്ല, മദ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മദ്യം ഈ നിങ്ങൾ തെങ്ങിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത കൊണ്ടാണത്. തെങ്ങിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ നീര്, അതാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ശേഖരിക്കാൻ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു. അതായത് തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന നീരാണ്. അത് പിന്നീട് സമയപരിധി വെച്ചുകൊണ്ട് അത് കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മദ്യമായി, അത് മനുഷ്യൻ്റെ ബോധത്തെ തന്നെ ദുർബലപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ലിക്കറായി മാറും. എന്നാൽ തെങ്ങിൽ നിന്നെടുക്കുന്ന ഈ ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടെ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നീർ, അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രകൃതി തരുന്ന ഒരു ലിക്വിഡായിരുന്നത്, ഒരു വസ്തുവായിരുന്നത്. ആ കള്ള് അതുപോലെ എടുത്ത് നിങ്ങൾ കുടിച്ചാൽ അത് മദ്യമല്ല. ആ നീര് അതുപോലെ എടുത്ത് കുടിച്ചാൽ അത് മദ്യമല്ല. എന്നാൽ അത് ലിക്കറാക്കി തീർക്കരുത്. അതിൽ മറ്റ് വസ്തുക്കൾ ചേർത്ത് അതിനെ ലിക്കറാക്കരുത്. മദ്യത്തിൻ്റെ വീര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. അതൊരു സാധാരണഗതിയിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് ഈ കള്ള്. കേരളത്തിലെ കള്ളുചെത്ത് വ്യവസായം ശക്തിപ്പെടുത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ കള്ളുചെത്ത് വ്യവസായം ശക്തിപ്പെട്ട് വന്നാൽ ഒരുപാട് തൊഴിൽ മേഖലയുണ്ടാകും. ആ കള്ള് ലിക്കറാകാതെ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും, നമ്മുടെ നാട്ടിലൊക്കെ ശർക്കരയുണ്ട്. ഈ തെങ്ങിൻ ശർക്കരയുടെ ഗുണം വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. ആ തെങ്ങിൻ ശർക്കരയ്ക്ക് എത്ര ഡിമാൻഡായിരുന്നു. പണ്ട് നമ്മുടെ വടകര ഈ ശർക്കരയുടെ വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. അപ്പോൾ തെങ്ങിൽ നിന്നുണ്ടാകുന്ന ഈ നീര് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പോഷകാഹാരം തന്നെയായിരുന്നു. പക്ഷെ അത് ലിക്കറാക്കാതെ ആ നീര് അതുപോലെ എടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾ പോയാൽ രാവിലെ ബംഗാളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഈ പനങ്കള്ളുണ്ട്. അവരിങ്ങനെ ഒരു തണ്ട് കെട്ടി അതിൽ ഈ പനയുടെ കള്ളെടുത്ത് രാവിലെ ഈ ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കും. അത് വിൽക്കുന്ന അതൊരു പാനീയമാണ്. ആ പാനീയം കുടിച്ചാൽ ഇന്ന് നമ്മൾ ബെഡ് ടീ കഴിക്കുന്നതിനേക്കാളും ആ പാനീയം ഗുണകരമാണ്. ഈ തെങ്ങിൻ്റെ പാനീയം അത് ലിക്കറാകാതെ അതുപോലെ എടുത്ത് ഉപയോഗപ്പെടുത്തിയാൽ നല്ലതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിനെ ദുർവ്യാഖ്യാനിച്ച് ഇത് മദ്യമാണ്, ലഹരിയാണ് എന്ന് പറയുന്നതല്ല. അതിനെ ഫലപ്രദമായി ശാസ്ത്രീയമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വലിയ ഗുണമുണ്ടാകും. എനിക്കെൻ്റെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്. വീടുകളിൽ നിന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് ഇത് ചെത്താൻ അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് ചെത്തിച്ച് ഇതിൻ്റെ ഇളനീരെടുത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ പാനീയം കൊടുക്കും. ഈ നാളികേരത്തിൻ്റെ ഈ കള്ള് എന്ന് നിങ്ങളിപ്പോൾ പറയുന്ന അതിൻ്റെ പനയിൽ നിന്ന് എടുക്കുന്നൊരു പാനീയമാണ്. അത് അങ്ങനെ ഉറ്റി വീഴുമ്പോൾ അതുപോലെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കും. ഇന്ന് ലിക്കർ എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പം മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ മയക്കുമരുന്നിൻ്റെ ലോകത്തെക്കുറിച്ച് അതിനുമായി ഈ തെങ്ങിൻ്റെ ചെത്തിനെ താരതമ്യപ്പെടുത്തിയാൽ അത് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് വെറുതെ ഒരു വ്യാഖ്യാനം നടത്തുക മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പണ്ടൊരു സെമിനാർ, അതെനിക്ക് തോന്നുന്നൊരു 10-20 കൊല്ലം മുമ്പാണ്, ഒരു സെമിനാറിലാണ് ഞാൻ പ്രസംഗിച്ചത്. ആ പ്രസംഗം ഇപ്പോൾ നമ്മുടെ മാധ്യമക്കാരെടുത്ത് പ്രസംഗിക്കാർ ഇന്നലെ പ്രസംഗിച്ചതുപോലെയാണ്. എന്നിട്ടിങ്ങനെ വിവാദ പ്രസംഗം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. 45 കൊല്ലം മുമ്പാണ് ഞാൻ ഈ കട്ടൻ ചായയുടെ കാര്യം ഒരു യോഗത്തിൽ, അതങ്ങനെയല്ല പറഞ്ഞത്, അത് തിരിച്ച് കട്ടൻ ചായയും പരിപ്പൊടിയും എന്നാക്കി അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇവിടെ മാധ്യമങ്ങൾ വിവാദ പ്രസ്താവനകൾ 45 കൊല്ലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ വിവാദം. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? എന്തിനാ അതിലൊരു ആസൂത്രിതമായ നീക്കമുണ്ടെന്ന് എനിക്കറിയാം. അത് വ്യക്തിഹത്യയുടെ നീക്കമാണെന്നും എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെങ്ങിൻ്റെ ഇളം പാനീയം, ചെത്തിയെടുക്കുന്ന പാനീയം ലിക്കറാകാതെ മനുഷ്യന് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്.
അത് വളരെ വളരെ ശാരീരികമായ കരുത്ത് ശക്തിയും കൊടുക്കും. കുട്ടികൾ പോലും ഉപയോഗിച്ച പാരമ്പര്യം കേരളത്തിനുണ്ട്. അതിൽ നിന്നാണ് ഏറ്റവും വിലപ്പെട്ട ശർക്കര ഉണ്ടാക്കിയിരുന്നത്. പല മരുന്നുകളും ഉണ്ടാക്കുന്ന ശർക്കര അതിൽ നിന്നാണ്. ഈ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നുണ്ട്, ആ മരുന്ന് ഈ ശർക്കര കൊണ്ടാണ് ഉണ്ടാക്കുക. ഇപ്പോൾ അതൊക്കെ പോയി വെല്ലത്തിൽ നിന്ന് കരിമ്പിൻ്റെ പിണ്ടി പിഴിഞ്ഞെടുത്ത് അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. പക്ഷേ ഈ തെങ്ങിൻ്റെ മാഹാത്മ്യം, ഈ നാളികേരത്തിൻ്റെ മാഹാത്മ്യം, ഈ ചെത്തിൻ്റെ മാഹാത്മ്യം പറയാൻ വേണ്ടി സാധിക്കണം. ചെത്ത് വ്യവസായം കാത്തു സൂക്ഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കേരളം മുഴുവൻ ഇത് കേരളം നാളികേരത്തിൻ്റെ നാടാണ്. പക്ഷേ ആ നാട് ഇപ്പോൾ തമിഴ്നാടും കർണാടകവും കൈയടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്തുണ്ടാകുന്ന ഞാനിതിൻ്റെ നമ്മുടെ DYFIയുടെ അവരുടെ ഇതിൻ്റെ സെമിനാറിൽ പിന്നെ സ്റ്റാർട്ടപ്പ് സെമിനാറിൽ ഞാൻ പറഞ്ഞു അവരോട്, ഇന്നത്തെ പ്രധാന പ്രശ്നം തെങ്ങിൽ കയറാൻ ആളില്ല. അപ്പം ഞാനിപ്പോൾ നമ്മുടെ തെങ്ങിൽ കയറാൻ ആളില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ട് തേങ്ങ ഇങ്ങനെ ഉണങ്ങി വീഴാൻ തുടങ്ങി. 3 മാസമായിട്ട് വീണിട്ട് ഇങ്ങനെ ഇതൊക്കെ പൊടിയും, ഉണങ്ങി വീഴുകയാണ്. 2-3 കൊല തേങ്ങ ഇങ്ങനെ ഉണങ്ങി വീഴും. പറിക്കാൻ ആളില്ല. ഞാൻ അവരോട് പറഞ്ഞത്, നമ്മുടെ ശാസ്ത്ര ലോകം ഈ താഴെ നിന്ന് ഈ തേങ്ങ എങ്ങനെ താഴെ ഇടാം, നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും കഴിവും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നുന്നൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞു. അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരും തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നില്ല. നിങ്ങൾ തന്നെ പല സ്ഥലത്തും നോക്കിയാലറിയാം, തേങ്ങ പറിക്കുന്നില്ല. അതുകൊണ്ട് തെങ്ങ് നശിച്ചു പോകുന്നു, തെങ്ങിനെ വളം ചേർക്കുന്നില്ല. നാളികേരം കേരളത്തിൻ്റെ ഒരു സെറ്റായിരുന്നു. നാളികേരത്തിൻ്റെ നാടാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് നാളികേരം കുറേ കൂടി മെച്ചപ്പെടുത്തി എടുക്കുകയാണ് വേണ്ടത്. അത് മദ്യത്തിൻ്റേതല്ലേ. നമ്മൾ ഈ കള്ള് തന്നെ എടുത്ത് ഈ പാനീയം എടുത്ത് ഈ നമ്മുടെ ഈ കള്ള് എന്ന് പറയുന്നത് ആ തെങ്ങിൽ നിന്നും ചെത്തിയെടുക്കുന്ന നീരെടുത്ത് ആ നീര് ലിക്കറാകാതെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഔഷധത്തിന് പോലും ഇപ്പോഴത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ മദ്യമാക്കരുത്, ലഹരിയാക്കരുത്. ഇപ്പോൾ അതിനെ ലഹരിയാക്കുന്നതാണ് പ്രശ്നം. ആ ലഹരിയാക്കി ഉപയോഗിക്കുന്നുണ്ട്. കള്ള് ഷാപ്പുണ്ട്, അത് ലഹരിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കുറേ മണിക്കൂറുകൾ തന്നെ വെച്ചാൽ തന്നെ അതിൻ്റെ അകത്തുള്ള ഈസ്റ്റ് വർക്ക് ചെയ്ത് അത് ലിക്കറായി തീരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കള്ള് ഷാപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ എടുത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിനെല്ലാം കൂടി ക്ലബ് ചെയ്ത് കള്ള് ഷാപ്പിൽ പോയിട്ട് മദ്യം കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നതാണ് തെറ്റ്. അതിൻ്റെ ആശയശുദ്ധി, അതിൻ്റെ ലക്ഷ്യം, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളതിനെ പോലെ കള്ള് നല്ലതാണ് കുടിക്കാൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ കൊടുക്കുക. ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും രണ്ടാണ്. ആ 2 കാര്യങ്ങൾ രണ്ടായിട്ട് തന്നെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ബോധ്യമാകും.